എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ആണോ പാട്രിയോട്ട് ആണോ ആണോ അല്ലയോ എന്നൊക്കെ ആലോചിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ല, നമുക്ക് അതിനൊരു ഉത്തരമുണ്ട്, നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഇത്. ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം വന്നു. ഒരു ചെറിയ തീയാണ്, പക്ഷെ പിന്നീട് അത് വലിയ തീയായിട്ട് അങ്ങ് ആളി കത്തിയിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയാ സംഹാരമാണ്. എന്താ നടക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല. ഫുള്ള് ഇത് തന്നെയുള്ളൂ. നമുക്ക് ഒരുപാട് മെസ്സേജ് ആയിട്ട് വരുന്നത് എന്താണ് സംഭവം. അതായത് ഈ ലുക്ക് കണ്ടിട്ടേ, ഈ ലുക്ക് ആൾറെഡി ഇതിൻ്റെ ഒരു റൂമർ ഉണ്ടായിരുന്നു. അതായത് ബബ്ബ സിനിമയിൽ ഒരു ഗോഡൗൺ ഫൈറ്റ്, അത് ഫുൾ ബ്ലാക്കിൽ ലാലേട്ടൻ. ഈ ഒരു റൂമർ ഉള്ളത് കൊണ്ട് തന്നെ ബബ്ബ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയോ, ഇതാണ് ആദ്യത്തെ സംശയം. പിന്നെ എടപ്പാൾ ഷെഡ്യൂൾ, അതായത് പാട്രിയോട്ടിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ഫൈറ്റ് സീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഇത് അതിലെ പിക്കാണോ? അപ്പോൾ ഇതാണ് ചോദ്യം. ചോദ്യം ഏതായാലും ഒന്നൊന്നര ചോദ്യമാണ്. അതെ, അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലുക്കില് ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. നമ്മളൊരു സെൻസസ് എടുത്തു കഴിഞ്ഞാൽ മലയാളികളോട് ചോദിക്കുകയാണ്, ലാലേട്ടനെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ ഇഷ്ടം? അപ്പോൾ നമ്മൾ എടുത്ത് പറയും മുണ്ട് ഷർട്ട് അത് ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ തികഞ്ഞ്, ഇനി അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും വേണ്ട. അതിനുള്ള ഉത്തരമാണ്. അത് വലിയ ക്ലിയർ ഒന്നുമില്ല ഈ ഫോട്ടോ, എടുത്ത സാധനമാണ്. എന്തൊരു ഓറയാണ്, എന്തൊരു സ്റ്റൈലാണ് ഇതില്. ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ആരായാലും തെറ്റിദ്ധരിച്ചു പോവും ഇത് ബബ്ബന്റെ സ്റ്റില്ലാണ്. കാരണം ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്കിലായിരിക്കും വരുന്നത് എന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോ. പിന്നെ ഗോഡൗൺ ഫൈറ്റ് ആണെന്നും പറഞ്ഞ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയോ തെറ്റിദ്ധരിക്കുന്നതിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ക ഫുൾ ബ്ലാക്കില്, അതും മുണ്ടിലെ കര ഗോൾഡൻ കരയാണ്. എന്തൊരു രസം. ഇത് അടുത്ത ട്രെൻഡാണ്, ട്രെൻഡ് സാധനമാണ് അടുത്തത്. രണ്ടെണ്ണം നേരത്തെ വാങ്ങി വെക്കണം. പുളി സാധനം. ഓക്കെ, എന്തായാലും ഇത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അത് നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കിട്ടിയപ്പോൾ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ അത് ആഘോഷിച്ചതിൽ തെറ്റില്ല, ഒരു തെറ്റും പറയാൻ പറ്റും. പക്ഷേ ഇത് പാട്രിയോട്ടിലാണോ ബബ്ബയിലാണോ കാണാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവുള്ളൂ, ഇത് രണ്ടിലും അല്ല. ബബ്ബയിലും അല്ല, പാട്രിയോട്ടിലും അല്ല. പാട്രിയോട്ട് സിനിമയുടെ എടപ്പാൾ ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് തുടങ്ങാൻ പോകുന്നത് 5-ാം തീയതിയാണ്, ജൂലൈ 5-ന്. ഇനി അതിനകത്ത് വേറെ ടിസ്റ്റ് ഉണ്ട്. ജൂലൈ 5-ന് ഒരാഴ്ചത്തെ ഷെഡ്യൂള് കൊച്ചിയിലുണ്ട്. MMN അല്ല, പാട്രിയോട്ട്. ഇതേ സാധനം തന്നെയാണ് ഇപ്പുറത്ത് പറഞ്ഞിട്ടുള്ളത്. ബബ്ബയില് 5-ന് ജോയിൻ ചെയ്യുന്നു, ജൂലൈ 5-ന്. ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു കിഴി എപ്പിസോഡ് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ പറഞ്ഞ അപ്ഡേറ്റ് ഇതായിരുന്നു. അതായത് ലാലേട്ടൻ 5-ാം തീയതി ജോയിൻ ചെയ്യുള്ളൂ. ആൾറെഡി 4-ാം തീയതി ആയിരുന്നു ബബ്ബ സിനിമയുടെ അതിന് ഷെഡ്യൂളിൽ ആൾ കൊടുത്തിരുന്നത്. പക്ഷേ തീരുമാനം ശരിക്കും മാറിയിട്ടുണ്ട്. അതായത് പാട്രിയോട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബബ്ബ സിനിമയുടെ ഷൂട്ടിലേക്ക് കടക്കുള്ളൂ, ആൾ ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് നടന്നിട്ടില്ല, ഏത് ബബ്ബ സിനിമയുടെ. അപ്പോൾ ബബ്ബയുടേതല്ല. ഇനി പാട്രിയോട്ട് അതിൽ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിലല്ല, പാൻ്റാണ്, ഈ ഒരു ലുക്കല്ല. എന്തായാലും അതിലെ ഒരു പിക്കും അല്ല ഇത്. പിന്നെ ഇത് എവിടെ നിന്ന് വന്നു പിന്നെയും സംശയിക്കാം. ഇനി 4-ാം തീയതി ഒരു ടീസർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ബബ്ബന്റെ. അതിന് വേണ്ടിയിട്ടെങ്ങാണ് ഇനി ലാലേട്ടന്റെ ഒരു സ്റ്റിൽ എടുത്തതാണോ? സ്റ്റില്ലല്ല, ഒരു ചെറുതായിട്ട് ഒരു വീഡിയോ നടന്നു വരുന്നത് മാത്രം. കാരണം ആൾറെഡി ഇതിന്റെ കോസ്റ്റ്യൂം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇതിന്റെ ഒരു പ്രൊമോ, അത് ആൾ ജോയിൻ ചെയ്യാൻ പോകുന്നോ അല്ലെങ്കിൽ ആളെ ഉൾപ്പെടുത്തിയുള്ള മറ്റൊരു ടീസറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലികമായിട്ട് ചെയ്തതാണോ, അതാണോ എന്നുള്ളൊരു സംശയം, ആ ഒരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്, ഒന്ന് ബിഗ് ബോസിനുള്ള പ്രൊമോ, അല്ലെങ്കിൽ ഏതോ ഒരു ആഡ് ഷൂട്ട്. ഇത് രണ്ടും അല്ലെങ്കിൽ സാധ്യത, അതായത് നമ്മളൊക്കെ ചിന്തിക്കുന്ന അതേ സാധ്യത. അതെ, അതായത് അത് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞതാണ്. അതിനൊരു സാധ്യത മേ ബി തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ സാധ്യത വെറും 5% ഉള്ളൂ. അതായത് ബബ്ബ സിനിമയുടെ ടീസർ വരുന്നുണ്ട്, അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതായത് ഫുൾ ബ്ലാക്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു കോസ്റ്റ്യൂമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ കോസ്റ്റ്യൂമിൽ ബിഗ് ബോസിനോ അല്ലെങ്കിൽ മറ്റൊരു ആഡ് ഷൂട്ടിനോ കൊടുത്തു കഴിഞ്ഞാൽ അതെ
അത് ഒരു ചെറിയ ചതിയല്ലേ, അതുകൊണ്ടായിരിക്കാം ആ ഒരു വൈബ് അവിടെ പോകൂലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നേരത്തെ എടുത്തത്. അപ്പോൾ നേരത്തെ എടുത്തിട്ടുണ്ടാവുന്നത്. അതായത് ആ രീതിയിൽ അപ്പോൾ ആ കോസ്റ്റ്യൂമിൽ വന്നത് കൊണ്ട് ബബ്ബക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോ ചെറുതായിട്ട് ചെയ്തു വെച്ചോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെയൊന്നല്ല, കേട്ടറിവ് വെച്ചിട്ട് അത്രയല്ല. ബിഗ് ബോസും അതെ, ബിഗ് ബോസിനും വേറെ ഏതോ ആടിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് കേൾക്കുന്നത്. ഒന്ന് രണ്ടിനും കൂടി ഒരുമിച്ചല്ല, ഏതെങ്കിലും ഒന്നിന്. എന്താണെങ്കിലും ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു ഫോട്ടോ വന്നപ്പോ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തതാണ്. ഗംഭീര സാധനം, അടിച്ചാപ്പൊളി സാധനം. എന്താലേ സംഭവം എന്തൊക്കെയാണെങ്കിലും നമുക്കിതിലൊരു കാര്യം, ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് 4-ാം തീയതി ഇതിന്റെ ടീസറാണ് വരുന്നതെന്നുള്ളതാണ് റൂമർ. അവർ പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞിട്ടുള്ളത് മേജർ അപ്ഡേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ടീസറാണെങ്കിൽ അതിൽ ലാലേട്ടൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ട്. അപ്പോൾ ലാലേട്ടനെ ഉൾപ്പെടുത്താനുള്ള ഉദ്ദേശത്തിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ടീസറിൽ ഉണ്ടാവും. അതെന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഇല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു ഷൂട്ട് നടന്നിട്ടില്ല. അതായത് ബബ്ബ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ ലാലേട്ടൻ ഇതുവരെ ബബ്ബ സെറ്റിൽ ജോയിൻ ചെയ്തിട്ടില്ല ഷൂട്ടിന്. പിന്നെ ഇത് പ്രൊമോയ്ക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അത് അതെ 4-ാം തീയതി കാണാം. അതെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അതെ പാട്രിയോട്ടിൽ എന്താണെങ്കിലും ഇല്ല. അതിലില്ല. ബബ്ബയുടെ സിനിമക്ക് വേണ്ടിയിട്ട് സീനുകൾ ഷൂട്ട് ചെയ്യില്ലേ, അതിലുള്ളതുമല്ല. അതെ, പ്രൊമോയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ മാത്രം അത് ബബ്ബയുടേതാണ്. ഇത്ര പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ആട്, അല്ലെങ്കിൽ ബിഗ് ബോസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. ഫാൻമേഡ് പോസ്റ്റ് നമ്മൾ കാണിച്ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു പറച്ചില് മാത്രമേ അതവിടെ വിട്ടുപോയോന്ന്. കിട്ടില്ല സാധനം. അപ്പൊ എന്തായാലും തീപ്പൊരി ഐറ്റം തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്കൊരൊറ്റ വിഷമമുള്ളൂ, അത് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അതായത് വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആടിനോ പ്രൊമോയ്ക്കോ പോയാൽ, ഏത് ബിഗ് ബോസിന്റെ പ്രൊമോയ്ക്കോ പോയാൽ ഒരു വലിയ നഷ്ടമാണ്. അത് ഈ ഒരു സാധനം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഈ സിനിമയിലാണ്. അതിനകത്ത് തന്നെ അത് കിട്ടണം. പ്രൊമോയ്ക്കോ അല്ലെങ്കിൽ ഒരു ഏത് ബബ്ബന്റെ പ്രൊമോ അല്ലാതെ ഏത് ബിഗ് ബോസിന്റെ പ്രൊമോയോ അല്ലെങ്കിൽ ഒരു ആഡ് ഷൂട്ടിനോ പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. അത് സത്യം, അത് നഷ്ടമാണ്. നഷ്ടമാണ്. അപ്പോൾ പ്രാർത്ഥന എന്താ വെച്ച് കഴിഞ്ഞാൽ അതാവല്ലേ, പ്രൊമോയിൽ തന്നെ ബബ്ബക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോയെങ്കിലും ആവണേ എന്നുള്ളതാണ്. കാരണം പാട്രിയോട്ടിന്റെ സീനിലില്ല, അതിന്റെ ഒരു ഭാഗമല്ല അത്. ഓക്കെ, പിന്നെ ബബ്ബ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല ലാലേട്ടൻ്റെത്. അപ്പോൾ പ്രൊമോയ്ക്ക് വേണമെങ്കിൽ ചെയ്തു വെക്കാമെന്നുള്ള സാഹചര്യം ഉണ്ട്. അതാവണേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.